C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. അതുപോലെ ഇവിടെ ഞാൻ തകർക്കും. അങ്ങനെയല്ല, അത്ര എളുപ്പമാവില്ല ഇവിടെ കാര്യങ്ങൾ. അവിടെ ശ്രീലക്ഷ്മിയെ സ്നേഹിക്കുന്നവർ മാത്രമേ ഉള്ളൂ. അത് അന്ധമായി അവർക്കുള്ളതുകൊണ്ട് എന്തു പറഞ്ഞാലും അവർ വിശ്വസിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. പുറം ലോകവുമായി ബന്ധമുള്ള, വിദ്യാഭ്യാസമുള്ള, അതിനെല്ലാം പുറമെ ശ്രീലക്ഷ്മിയിൽ നിന്നും ഒരു തെറ്റ് കണ്ടുപിടിക്കാൻ തക്കം പാർത്ത് നടക്കുന്നവരുണ്ട്. അതുകൊണ്ട് കാര്യങ്ങൾ അത്ര ഈസി ആവില്ല. ഒരു പരിധി വരെ ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റും. ബാക്കിയെല്ലാം ഇവിടത്തെ കയ്യില. നല്ലതിനുവേണ്ടി ചെയ്തിട്ട് അവസാനം നാണം കെടുത്തരുത്. എല്ലാം ഈ കണ്ണമ്മ തലവി ഏറ്റുമൊട്ടത്തലയാ. അമേരിയേരി അതെ അതെ, ആ കാൽപാതൊന്ന് മര്യാദയ്ക്ക് വെച്ച് നടക്കണം. നീലഹസ്തി കണ്ണമ്മ തലവിയല്ല, ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി രവിചന്ദ്ര വർമ്മൻ. ഓക്കെ. ആ ഗണപതിക്ക് വെച്ചതേ കാക്ക കൊണ്ടുപോയി. ആ ഇനി ബാക്കി കണ്ടറിയാം. അമ്മായിയമ്മ അത്രയ്ക്ക് ഓവർ എക്സൈറ്റഡ് ആണോ എന്ന് പറഞ്ഞ? ഇത് നീലഹസ്തി ചന്ത അല്ലെന്ന്. രാജാ, മാത്രല്ല അവിടെ ഉള്ളവരെ പെട്ടെന്ന് മറക്കാനും പറ്റില്ലല്ലോ. നമ്മളെ രക്ഷിച്ച അവരല്ലേ, അല്ലേ? അതല്ലേ ഇതേതേ ഈ രണ്ട് മുഖങ്ങള്? രണ്ടിന്റെയും മുഖലക്ഷണം അവലക്ഷണാണല്ലോ. ഇത് രഘുവിന്റെ ഭാര്യ രേഖ, അത് അമ്മ രാജലക്ഷ്മി. ആ നമുക്കറിയാം, രേഖ അമ്മ രാജലക്ഷ്മി. എന്തു പറ്റി? മുഖത്തിന് തെളിച്ചില്ലല്ലോ. നമ്മൾ വന്നത് പിടിച്ചില്ലേ? അത് മോള് ഗർഭിണിയായതുകൊണ്ട്. അതിന് മോള് ഗർഭിണിയായതിന് നിങ്ങളുടെ മുഖം എങ്ങനെ ഇരിക്കണത്? മോള് ഗർഭിണിയായത് നിങ്ങക്ക് പിടിച്ചില്ലേ? അതല്ല, എന്തോ ഒരു വയ്യായിക, അതാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആക്ച്വലി വെരി ഹാപ്പി ടു സീ യു. ഞാനിവളും എന്നും പ്രാർത്ഥിക്കുമായിരുന്നു ശ്രീലക്ഷ്മിയെ തിരികെ തരണേന്ന്. ആ പ്രാർത്ഥനയുടെ ഫലമാ മോള് വന്നത്. ഈശ്വരൻ പ്രാർത്ഥന കേട്ടു. ഇങ്ങനെയാണ് ഈശ്വരൻ കേൾക്കുന്നെങ്കിലേ ഇനി ഒരു കാര്യവും പ്രാർത്ഥിക്കരുത്.
അതെ, വളരെ താമസിച്ചല്ലേ ഈശ്വരൻ കേട്ടത്. അതല്ലേ നമ്മൾ വരാൻ താമസിച്ചത്. അതുകൊണ്ട് പറഞ്ഞതാ. ഇതെന്താ ശംഖില് നൂല് കെട്ടിയിട്ടിരിക്കുന്നു? നിന്റെ താലിമാല എവിടെ? അല്ല, നിങ്ങളെല്ലാരും കണ്ണിലെ കൃഷ്ണമണി പോലെയല്ലേ നമ്മളെ സ്നേഹിക്കുന്നത്. അപ്പോ അങ്ങനെയുള്ള ഈ കൺമണിക്ക് ഒന്നും പറ്റില്ല എന്ന് പറയായിരുന്നു. ശ്രീലക്ഷ്മി വന്നത് എല്ലാവർക്കും വലിയ സന്തോഷമാണെന്ന് എനിക്കറിയാം. സന്തോഷം എന്നും ഇവിടെ ഉണ്ടാകണമെന്നാണ് എന്റെ പ്രാർത്ഥന. ഇനി നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഈ സന്തോഷം എന്നും ഉണ്ടാകും. നിങ്ങൾ ചെല്ല്. ഒരുപാട് യാത്ര ചെയ്തു വന്നതല്ലേ, കുറച്ചു നേരം വിശ്രമിക്ക്. ചെല്ലു മോളെ. എവിടെയാ ആശാന നമ്മളെ മുറി? അല്ല, എന്താ ശ്രീലക്ഷ്മി വിളിച്ചത്? ആശാനെന്നോ? ആശാൻ ആശാൻ എന്ന് പറഞ്ഞ സാറ്. സാറിന്റെ മലയാളം വാക്കാണ് ആശാൻ. ഇതൊന്നും അറിയില്ലല്ലേ? എപ്പോഴും സാറെന്നല്ലേ വിളിക്കുന്നത്. വല്ലപ്പോഴും മലയാളത്തില് ആശാനെന്ന് വിളിക്കാം. അല്ല, രേഖ ഭർത്താവിനെ എന്താ വിളിക്കുന്നത്? രഘു. എന്റെ ആയിരവല്ലി തമ്പുരാണിയെ, സ്വന്തം ഭർത്താവിന്റെ പേരാണ് വിളിക്കണത്. അങ്ങനെയൊന്നും വിളിച്ചൂടാ. അതെങ്ങനെ? ഇതൊക്കെ പറഞ്ഞു തരാൻ ആരെങ്കിലും വേണ്ടേ? വളർത്തു ദോഷം. ആശാ ആശാനെ, പക്ഷേ ഇവിടുന്ന് പോയ ശ്രീലക്ഷ്മി അല്ല തിരികെ വന്നിരിക്കുന്നത്. അമ്മ ചോദിച്ച ചോദ്യം ഒരു പരിധിവരെ ശരിയാണെന്ന് എനിക്കിപ്പോ തോന്നുന്നുണ്ട്. അവളുടെ ഭാവത്തിലും ഭാഷയിലും ഒക്കെ വ്യത്യാസമുണ്ട്. അവളുടെ കഴുത്തിൽ കിടക്കുന്ന ശംഖമാല അതേതോ ആദിവാസികൾ ഇടുന്ന പോലെയുണ്ട്. അതങ്ങനെ സംശയത്തിൽ നിർത്താനുള്ള വ്യത്യാസങ്ങളല്ല മോളെ. ഒന്നുകിൽ ഇതാണ് ശരിക്കും ഇപ്പോഴിവിടെ വന്ന അവളുടെ ക്യാരക്ടർ. നമുക്ക് പരിചയമുള്ള ശ്രീലക്ഷ്മി ഒരുപക്ഷെ അവൾ ഇവിടെ അഭിനയിച്ച് നമ്മളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിലോ? അങ്ങനെയെങ്കിൽ അതിനു പിന്നിൽ ഗൂഢമായ എന്തോ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം കണ്ടെത്താൻ കുറച്ച് പ്രയാസമാണ്. കാരണം അങ്ങനെയൊരു നാടകമാണ് ഇവിടെ അരങ്ങേറുന്നതെങ്കിൽ അതിന്റെ അണിയറ പ്രവർത്തകർ രവിയും രാജാറാമുമാണ്. നമ്മൾ സൂക്ഷിച്ചേ പറ്റൂ. നമ്മൾ ആരൊക്കെയാണെന്നും എന്തൊക്കെയാണെന്നും അവളെ മുൻകൂട്ടി ധരിപ്പിച്ചിട്ടുണ്ടാവും. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഇവിടുന്ന് കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ യാത്ര പോയ ആളായിട്ടല്ല അവള് മടങ്ങി വന്നിരിക്കുന്നത്. അതിലൊരു സംശയവും വേണ്ട.
എന്തായാലും കൊള്ളാം. അവളുടെ ചില ചോദ്യങ്ങളും ചില സമയത്ത് നോട്ടങ്ങളും. അമ്മേ, നമ്മുടെ സ്വപ്നങ്ങളൊക്കെ അസ്ഥാനത്താവോ? സ്ഥാനവും അസ്ഥാനവും നിശ്ചയിക്കുന്നത് ഇനി അങ്ങോട്ടുള്ള നമ്മുടെ പ്രവൃത്തി പോലിരിക്കും. എന്തായാലും ചാടിക്കേറി ഇപ്പൊ പെട്ടെന്നൊന്നും ചെയ്യാതിരിക്കുന്നതാ ബുദ്ധി. എങ്കിലും ഒരു വ്യക്തിക്ക് ഒരു വീഴ്ചയോടെ ഇത്രയും മാറ്റങ്ങളൊക്കെ ഉണ്ടാവൂ? ബ്രദറിൻലോ പറഞ്ഞതുപോലെ ആ വീഴ്ചയിലെ ഇവളുടെ തല നല്ലപോലെ എവിടെയോ ഇടിച്ചിട്ടുണ്ട്. അതോടെ ഉണ്ടായിരുന്ന കിളികളും പറന്നുപോയെന്നാ എനിക്ക് തോന്നുന്നത്. ഒന്നുറപ്പാണ്, ആ അപകടത്തിൽ വേറെ ആരും അറിയാത്ത എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. രവി, രാജാറാം, ശ്രീലക്ഷ്മി ഇവർക്ക് മാത്രം അറിയാവുന്ന എന്തോ ഒന്ന്. അത് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചേ പറ്റൂ. പ്ലീസ്. എന്താ? തീ ചാട്ടിയ അവസ്ഥയിലാണ് ഞാൻ. കുറെ നല്ല മനുഷ്യരെ പൊട്ടം കളിപ്പിച്ച ഓരോ ദിവസവും തള്ളിയിരിക്കുന്നത് ആലോചിച്ചിട്ട് തന്നെ എന്താ ഏതാന്ന് മനസ്സിലാവുന്നില്ല. ഒരു നിമിഷത്തെ അബദ്ധത്തിൽ ചിലപ്പോ എല്ലാം കയ്യിൽ നിന്ന് പോയെന്ന് വരും. ഞാൻ നിന്നോട് പറയുന്ന കേൾക്കുന്നതല്ലാതെ എന്റെ അവസ്ഥയിൽ നിന്നുകൊണ്ട് നിനക്ക് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടെങ്കിൽ എന്നൊന്ന് സഹായിക്കണം പ്ലീസ്. അതെ, നമ്മളെ മാറ്റിയെടുത്തിട്ട് നിങ്ങൾ എന്തായി മാറിയെന്ന് വിശ്വസിക്കുന്നത്? അതെ, ഞങ്ങൾ എന്തുദ്ദേശിച്ചാണോ ഇങ്ങോട്ട് എഴുന്നള്ളിച്ച് കൊണ്ടുവന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒരു സംസാരത്തിലോ പ്രവൃത്തിയിലോ ഒരു സംശയം ആർക്കെങ്കിലും തോന്നിയ ആ സംശയത്തിൽ തൂങ്ങി ബാക്കി എല്ലാം പൊളിയും. അതുകൊണ്ട് ആർക്കും സംശയമൊന്നും തോന്നാത്ത രീതിയിലാവണം നമ്മുടെ പെരുമാറ്റം. എല്ലാരും മുമ്പിൽ നമ്മൾ ശ്രീലക്ഷ്മിയായിട്ട് പെരുമാറുമല്ലേ? അതാണ് കുഴപ്പം. എല്ലാവരുടെ മുന്നിലല്ല, ഇവിടെ കഴിയുന്ന സമയത്തൊക്കെ ശ്രീലക്ഷ്മി ആയിരിക്കണം. 24 മണിക്കൂർ ശ്രീലക്ഷ്മിയാ? അതെ. അങ്ങനെയാണെങ്കി കുറച്ച് കൂടുതൽ ചെലവാവും. തൊട്ട് കുറച്ചുകൂടി കൂടുതൽ തരേണ്ടി വരൂന്ന്. അതൊക്കെ ശരിയാക്കാം. പക്ഷെ ഒരു കാരണവശാലും ഇങ്ങനൊരു നാടകം കളിക്കുന്ന കാര്യം ആരും അറിയരുത്. ഇപ്പൊ തന്നെ ഇവിടെ പലർക്കും പല സംശയങ്ങളും ഉണ്ട്. അത് ശക്തിപ്പെടുത്താനുള്ള സാവകാശവും സാഹചര്യവും ഉണ്ടാക്കരുത്. പലരെന്ന് പറഞ്ഞത് ആ രേഖ അവളുടെ തള്ളയല്ലേ? അതെ. അവളുമാരുടെ മുഖം കണ്ടപ്പോഴേ നമുക്കത്ര പിടിച്ചിട്ടില്ല. അത് മാത്രല്ല, അവളുമാരെ പേടിച്ച് അവളുമാർക്ക് വേണ്ടി നമ്മൾ മാറുന്ന എന്തിനാ? കൂടുതൽ നമ്മളെ ചൊറിയാൻ വന്നാലേ അത്യാവശ്യം ഒന്ന് പൊട്ടിക്കാനും നമ്മൾ മടിക്കില്ല. മടിക്കണം. ആദ്യം വേണ്ടത് സ്വയം ഒന്ന് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ബാക്കിയെല്ലാം ഞങ്ങൾ ശരിയാക്കിക്കോളാം. വളരെ ലളിതമായിട്ടുള്ള സംസാരവും ഭയഭക്തി ബഹുമാനത്തോടെയുള്ള പെരുമാറ്റം, ഇതൊക്കെ തന്നെ ധാരാളമാണ്. വേറെ ആർക്കും വേണ്ടി മാറണമെന്നല്ല പറയുന്നത്. നമ്മൾ ഇവിടെ വന്ന ഉദ്ദേശം നടക്കാൻ വേണ്ടിയാ. ഇപ്പൊ മുതൽ കൺമണി അല്ല, ശ്രീലക്ഷ്മിയാണ്. ശ്രീലക്ഷ്മി രവിചന്ദ്രവർമ്മൻ. രൂപം ഏകദേശം സെയിം ആയതുകൊണ്ട് ആറ്റിറ്റ്യൂഡ് അല്പം ഒന്ന് മാറ്റിയാൽ മതി. കണ്ടു നമ്മൾ പറഞ്ഞപ്പോ തന്നെ നിങ്ങൾക്ക് വായില് വെള്ളം ഒറിയില്ലേ? അതുപോലെ വേണം മീൻകറി വെക്കാൻ. ഇതാണ് കള്ള് ഷാപ്പിലെ മീൻകറി. കള്ളുഷാപ്പിലെ മീൻകറിയോ? കള്ളുഷാപ്പിൽ ഇങ്ങനെയാണ് മീൻകറി ഉണ്ടാക്കുന്നതെന്ന് ശ്രീലക്ഷ്മിക്ക് എങ്ങനെ അറിയാം?
ആ, അത് ശ്രീലക്ഷ്മി മാഡം യൂട്യൂബിൽ നോക്കി പഠിച്ചതാ. അല്ലേ മാഡം? ആ ആ അതെ അതെ, ട്യൂബിലിരുന്ന് പഠിച്ചതാ. ശ്രീലക്ഷ്മി ഇവിടെ ഒന്ന് ഇത് കഴിക്ക്. സുകന്യ, ശ്രീലക്ഷ്മി മോൾക്ക് കറി ഇഷ്ടമായില്ലെങ്കിൽ അതങ്ങ് എടുത്ത് മാറ്റിയേക്കെ. ശരി. ആ, വേണ്ട വേണ്ട വേണ്ട, മീന് ഇറച്ചിയില്ലാതെ നമ്മൾക്ക് ചോറ് ഇറങ്ങൂല. ഇന്നത്തേക്കിനി ഇത് മതി, നാളെ മുതൽ ശ്രദ്ധിച്ചാ മതി. ഇവളിവിടെന്ന് പോയ ശേഷം മുഴു പട്ടിണിയായിരുന്നെന്നാ തോന്നുന്നു. ശരിയാ, നീ വേഗം കഴിച്ചെഴുന്നേക്കാൻ നോക്ക്. ഇല്ലെങ്കിലേ അവള് നമ്മളെയും പിടിച്ചു തിന്നും. മോള് വന്നിട്ട് പോയിട്ട് ഒരു വിവരമില്ല സരോജ. കുറെ നാളുകൾക്ക് ശേഷം ഗായത്രിയമ്മയും അവിടെ ഉള്ളവരും മോളെ കാണുന്നതല്ലേ. അതിന്റെ സന്തോഷത്തിലായിരിക്കും മോളും അവരും ഒക്കെ. ചിലപ്പോ വിളിക്കാൻ സമയം കിട്ടി കാണില്ല. സംസാരത്തിലും പെരുമാറ്റത്തിലും ചില വ്യത്യാസങ്ങളുണ്ടെന്നേ ഉള്ളൂ. എന്തായാലും കരിക്കൂത്തിയമ്മ മുന്നിക്കൊണ്ട് നിർത്തി തന്നില്ലേ. നേർച്ചകളെല്ലാം നമുക്ക് നടത്തണം ശ്രീടച്ച. നാഗരികാവില് ഒരു പൂജയും വഴിപാടും നടത്തണം, ഒരു പൊങ്കാല ഇടണം. എല്ലാം ചെയ്യാം. രവി സാറിന്റെ ഫോണാണല്ലോ. ഹലോ സാർ. ആ അച്ഛാ, ഞാനാ. ആ മോളാണോ? ആ ഞങ്ങളിവിടെ നിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു. നീ ഇതുവരെ വിളിച്ചില്ലല്ലോ ഒന്ന്. ആ, നമ്മള് വിളിച്ചതേ നാളെ ഇവിടെ എന്തോ ഹോമം ഉണ്ടെന്ന് പോലും. അതിന് നിങ്ങൾ രണ്ടുപേരും വരണമെന്ന് ഇവിടുത്തെ അമ്മ പറയാൻ പറഞ്ഞു. ഹോമോ? എന്ത് ഹോമോ മോളെ? ആ, അതൊന്നും നമുക്കറിഞ്ഞൂടാ. എന്തോ ദോഷം മാറാനാണെന്ന് ഇവര് പറയണ കേട്ട്. നിങ്ങള് വരുവോ? വരും മോളെ, തീർച്ചയായും വരും. മോളെ, ഞാൻ അമ്മയുടെ കൈ കൊടുക്കാം. വേണ്ട വേണ്ട, നമുക്ക് ഉറക്കം വരുന്നു. നാളെ ഇങ്ങോട്ട് വരണല്ലേ, അപ്പൊ സംസാരിക്കാന്ന് പറ. ആ ശരി മോളെ. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. മോള് സംസാരിച്ചുകൊണ്ടിരുന്നതിനിടയ്ക്ക് ആരോ മോളെ വന്ന് വിളിച്ചോണ്ടുപോയി സരോജ. ഗായത്രി അമ്മയാന്നാ തോന്നണേ. അതുകൊണ്ട് അവള് ഫോൺ വെച്ചു. ആണോ? ശേ, ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. ആ അതിന് നീ വിഷമിക്കണ്ട. നാളെ അവരുടെ വീട്ടില് എന്തോ ഹോമം നടക്കുന്നുണ്ട്. അതിന് ഗായത്രി അമ്മ നമ്മളെയും വിളിച്ചിട്ടുണ്ട്. അത് പറയാനാ മോള് വിളിച്ചത്. നമുക്ക് നാളെ അവിടേക്ക് പോകാം. പോകാം. നിങ്ങളും പുറത്തേക്ക് ഇറങ്ങിയിട്ട് കുറെ നാളായില്ലേ. മോളെ കാണാനില്ലെന്നറിഞ്ഞപ്പോ മനസ്സ് തളർന്നുപോയി സരോജ. ഇതാര്, ത്രിവിക്രമനോ? വാ വാ വാ. ആ
ആ ഇരിക്കേ ഇരിക്കേ. നേരെ ഒരുപാടായി. ശ്രീലക്ഷ്മി വീട്ടിൽ കിടന്നോളൂ, ഞാൻ ഇവിടെ തറയിൽ കിടന്നോളാം. ആശാൻ എന്ത് ഇത്ര ധൃതി? ആ ഇനി വേറെ വല്ല ഉദ്ദേശം ഉണ്ടോ? എന്തുദ്ദേശം? ആ അതെന്താ ശ്രീലക്ഷ്മി അങ്ങനെ പറഞ്ഞ? വിശ്വാസമൊന്നുമല്ല നേരത്തെ പറഞ്ഞ. എങ്കിലും മനുഷ്യന്റെ കാര്യമല്ലേ സാറേ, എപ്പോഴാ തനിക്കോണം കാണിക്കുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ. നിന്ന നിൽപ്പിലല്ലേ ഭാവം മാറുന്നത്. എനിക്കങ്ങനെ ഒരുപാട് ഭാവങ്ങളൊന്നുമില്ല. തനിക്ക് കംഫർട്ടബിൾ ആകട്ടെ എന്ന് കരുതിയ ബെഡിൽ കിടക്കാൻ പറഞ്ഞു. ആ അങ്ങനെ എനിക്ക് കംഫർട്ടബിൾ ആവില്ല. നമുക്കിങ്ങനെ ആകാശമൊക്കെ നോക്കി നിലാവൊക്കെ കണ്ടു കിടക്കണം. അതിന് ഞാനൊരു സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്. ഈ വീടിന്റെ ഏറ്റവും മുകളില്. ടെറസിലോ? ഓ അതിന് ടെറസ് എന്നാണോ വിളിക്കണത്? ആ അതൊന്നും എനിക്കറിയില്ല. ഏറ്റവും മുകളിൽ നമ്മൾ അവിടെ കിടന്നോളാം. ആശാൻ കംഫർട്ടബിൾ ആയിട്ട് ഇവിടെ കിടന്നോ. ശ്രീലക്ഷ്മി, അവിടെ ഭയങ്കര മഞ്ഞായിരിക്കും, പനി പിടിക്കും. എങ്ങനെ? മഞ്ഞത്ത് കിടന്ന പനി പിടിക്കുന്ന? ആർക്ക്? ഈ കണ്ണമ്മയ്ക്കാ? നീലഹസ്തി മലയിലെ കോടം മഞ്ഞില് കണ്ണമ്മയ്ക്ക് പനിച്ചിട്ടില്ല, പിന്നല്ലേ ഈ പട്ടണത്തിലെ ഉള്ളോളം മഞ്ഞ്. ആശ ഇവിടെ കിടന്നു, നമ്മള് മുകളിലോട്ട് പോവാ. രവി, ഓ ഓ ബ്ലഡി. നമ്മൾ അഭിനയിക്കണത് നമ്മുടെ ചേച്ചിയുടെ കണ്ണിന്റെ ഓപ്പറേഷനും അവൾക്ക് സുഖിക്കാനും. ഇനി എന്റെ ശ്രീലക്ഷ്മിയെ പറ്റി എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. ശ്രീലക്ഷ്മി, തനിതെവിടെ പോവാ? നമുക്ക് പോണം. ഈ വീട് നമ്മളും തമ്മിൽ പൊരുത്തപ്പെട്ട് പോണ ലക്ഷണമൊന്നും ഇല്ല. നിങ്ങൾക്ക് വലിയ ആൾക്കാരാ, നമ്മൾ പാവ ഒരു നാട്ടും പുറത്തുകാരി. നിങ്ങൾ വലിയ ആളുകളുടെ രീതിയൊന്നും നമുക്ക് പിടിക്കണില്ല. അതുകൊണ്ട് നമ്മളൊരു സത്യം പറയാം, നമ്മൾ ഇനി ഇവിടെ നിന്ന പല വലിയ പ്രശ്നങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ പോകുന്നതാണ് ശരി. അങ്ങനെ തനിക്ക് പോകാൻ പറ്റുമോ? പറ്റാത്തെന്താ? നമ്മളും ആശാനും തമ്മില് ശരിക്കും എന്ത് ബന്ധം ഉള്ളത്? വഴിയിൽ വെച്ച് കണ്ട ഒരു ബന്ധം മാത്രം, അല്ലാതെ എന്താ? താൻ എന്റെ ഭാര്യയാണോ? അല്ല അല്ല അതല്ല, അങ്ങനെയല്ല. ഇവിടെ എല്ലാവരുടെയും മുന്നിൽ താൻ എന്റെ ഭാര്യ. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ആശ എന്തുദ്ദേശിച്ചാലും ശരി, ഇനി ഒരു നിമിഷം നമ്മൾ ഇവിടെ നിൽക്കൂല. എനിക്കറിയാം, തെറ്റെന്റേതാ. താൻ പെട്ടെന്ന് ശ്രീലക്ഷ്മിയെ കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടപ്പോ എനിക്ക് സഹിച്ചില്ല. അതിൽ താനൊന്നും വിചാരിക്കരുത് പ്ലീസ്. താൻ എന്നോട് ക്ഷമിക്കുക. ഇനി ഇങ്ങനൊന്നും ഉണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം. ആശ എന്തൊക്കെയായി പറയണത്? വല്ലവരും ചെയ്ത തെറ്റിന് ആശ എന്തിനാ എന്റെ അടുത്ത് മാപ്പ് വെക്കണത്? അപ്പോ ഞാൻ ദേഷ്യപ്പെട്ടത് കൊണ്ടല്ലേ ശ്രീലക്ഷ്മി പോകുന്നത്? എന്റെ ആശാനെ, ആശാൻ ദേഷ്യപ്പെട്ടതിന് എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല. പിന്നീട് ആലോചിച്ചപ്പം നമ്മള് തെറ്റാന്ന് നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്തു.
അല്ല പിന്നെ വേറെന്തുണ്ടായത്? ആശാൻ നമ്മളെ വഴക്ക് പറഞ്ഞപ്പോ ആദ്യം നമുക്ക് ദേഷ്യമായിരുന്നു. ഒന്നുകൂടെ ആലോചിച്ചപ്പോ തെറ്റ് നമ്മുടെയാന്ന് മനസ്സിലായി. നമ്മൾ ശരിക്കും ആശാനോട് അങ്ങനെ സംസാരിക്കണ്ടായിരുന്നു. ശ്രീലക്ഷ്മിയെ പുള്ളി ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അതാവും പെട്ടെന്ന് ദേഷ്യം വന്നത്. അല്ലെങ്കിൽ തന്നെ നമ്മളെന്തിനാ അവരുടെ കുടുംബകാര്യത്തിൽ അഭിപ്രായം പറയണത്? തെറ്റ് ശരിക്കും നമ്മളെയാ. ആശാനോട് ഒരു മാപ്പ് പറഞ്ഞേക്കാം. വാ മോളെ. രാജലക്ഷ്മി അമ്മ ഇത് എങ്ങോട്ടാ? പെട്ടിയൊക്കെ ആയിട്ട്. ഞാൻ മാത്രമല്ല, എന്റെ മോളെയും കൊണ്ടാ ഞാൻ പോകുന്നത്. യാത്ര ചോദിക്കാനായി വരുമായിരുന്നു. അതിന് മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? ഉണ്ടായതൊന്നും പറയാതിരിക്കേ നല്ലത്. രാജലക്ഷ്മി ഇങ്ങനെ അവിടെ ഇവിടെയും തൊടാതെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. എന്താ രഘു, എന്താ പ്രശ്നം? അറിയില്ലമ്മേ, ഞാനും ചോദിച്ചു. ഇവർ രണ്ടാളും ഒന്നും പറയുന്നില്ല. എന്തിനു പറയണം? കേട്ടുകൊണ്ട് നിൽക്കുന്നതല്ലാതെ നമ്മളെ കൊണ്ട് വേറെ പ്രയോജനമൊന്നുമില്ലല്ലോ. ഈ അസമയത്ത് ഞാൻ ഗർഭിണിയായ എന്റെ മോളെയും കൊണ്ട് ഇവിടുന്ന് ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് അത്ര വലിയ പ്രശ്നം ഉണ്ടായതുകൊണ്ട് തന്നെയാ. ഇതെന്താ രാജലക്ഷ്മി അമ്മ പെട്ടിയൊക്കെ ആയിട്ട് ഈ രാത്രി ഇതെങ്ങോട്ടോ? എന്താ അമ്മേ, എന്താ പ്രശ്നം? എനിക്കൊന്നും അറിയില്ല മോനെ. രാജലക്ഷ്മി രേഖയും വിളിച്ചോണ്ട് പോകണമെന്നും പറഞ്ഞ് നിൽക്കുക. ഇനി ചോദ്യവും പറച്ചിലൊന്നും വേണ്ട, ഞങ്ങൾ ഇറങ്ങുന്നു. വാ. രാജലക്ഷ്മി അമ്മ നിക്കോ? നമുക്കറിയാം നിങ്ങൾ പോകാനുള്ള കാര്യം എന്താണെന്ന്. ശരിക്കും നിങ്ങളല്ല പോവേണ്ടത്, നമ്മളാ. നമ്മളിവിടെ അവസാനം വന്നവളാ, അതും ഒരു ചെറിയ കുടുംബത്തിന്ന്. അപ്പോ നിങ്ങൾ എന്തു പറഞ്ഞാലും നമ്മളത് കേൾക്കേണ്ടവളാ. പെട്ടെന്ന് നിങ്ങൾ അങ്ങനൊക്കെ പറഞ്ഞതുകൊണ്ടല്ലേ നമുക്ക് രാജലക്ഷ്മി അമ്മയെ തല്ലേണ്ടി വന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.